പൂക്കൾ തരുന്നൊരു ചെടിയാണ് ടെക്കോമ. ഇതിന്മേ കൊലകൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുക. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇതിന്മേ ഉണ്ടായി നിൽക്കണ മുട്ടുകൾക്കായാലും ഒരു വീർപ്പിക്കാത്ത ബലൂൺ എങ്ങനെയാണ് അതേപോലെയാണ് അതിൻ്റെ മുട്ടുകൾ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ചെടിക്ക്. വെയിലുള്ള സമയങ്ങളിലാണ് കൂടുതലായിട്ട്, വേനൽക്കാലം ഉള്ള സമയമൊക്കെയാണ് വെച്ചെങ്കിൽ ഇതിന്മേൽ കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവും. മഴക്കാലത്തിനേക്കാളൊക്കെ കൂടുതലായിട്ട് ഇതിന്മേൽ വേനൽക്കാലം ആകുമ്പോഴാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ ഓരോ സമയം പൂവുണ്ടായി കഴിയുമ്പോഴും സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് ട്രിപ്പ് പൂക്കൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി തുടങ്ങും. പിന്നെ അതിന് വലിയ കെയറൊന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനി പൂക്കളില്ലാത്ത സമയത്താണെങ്കിലും ഇതിൻ്റെ ഇല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഇലയ്ക്കായാലും ഒരു പ്രത്യേകത ഉണ്ട്. മറ്റേ ഇലകളിലേക്കാളും ഒരു ഭംഗിയുള്ള ഒരു ഇലയാണ് ഇതിന്, കണ്ടില്ലേ? അപ്പോൾ ആ ഒരു പ്രത്യേകത അതിൻ്റെ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇലകൾക്കായാലും. പിന്നെ വളങ്ങളങ്ങനെ അത്ര ഓവറായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്താലും അത് നന്നായി ഉണ്ടാവും, പൂക്കൾ തരും. പിന്നെ വെയിലുള്ള സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് കേട്ടോ. നമ്മൾ ബോഗൺവില്ലൊക്കെ നിൽക്കണ പോലെ അതേപോലെ വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കുമ്പോഴാണ് കൂടുതലായി പൂക്കൾ ഉണ്ടാവുക. ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കാം, മഴക്കാല സമയത്ത് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ വളം എന്തെങ്കിലും ഇട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ അതുമ്മേ പൂക്കൾ ഉണ്ടായി തുടങ്ങും. ചട്ടിയിലായാലും നിലത്തായാലും കട്ട് ചെയ്ത് കുറ്റിച്ചെടിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിർത്താൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ. പിന്നെ ചട്ടിയിൽ വെക്കുന്നവർ വലിയ ചട്ടിയിൽ വെക്കുക. വെള്ളം വാർന്നു പോകുന്നൊരു മണ്ണായിരിക്കണം അതിലിടേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ DAP ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് പൂക്കളുണ്ടാവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.